DTH സാലിൽ കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് 7 LMBകളാണ്. ഇതിൽ സൺ ഡയറക്റ്റ് ഉണ്ട്, സോൾട്ട് ഉണ്ട്, ടാറ്റ പ്ലേ ഉണ്ട്, എയർടെൽ ഉണ്ട്, ഡിഷ് TV ഉണ്ട്. അങ്ങനെ 5 കമ്പനികളുടെ 7 LMBകൾ. 2 പിന്നെ സൺ ഡയറക്റ്റ് 2 മോഡൽ LMB ഉണ്ട്, ടാറ്റ പ്ലേ 2 മോഡൽ LMB ഉണ്ട്. ബാക്കിയെല്ലാം ഓരോ മോഡൽ LMB ആണ്. അപ്പം LMBകളുടെ കൂടുതൽ വിവരങ്ങൾ അടുത്തുള്ള വരുന്ന വീഡിയോയിൽ പറയുന്നതാണ് കുറച്ചും കൂടെ വിശദമായിട്ട്. കാരണം മൊത്തം കളക്ട് ചെയ്തിട്ടില്ല, 7 മാത്രമേ ഇപ്പോൾ എൻ്റെ ഉള്ളൂ. ബാക്കി ഞാൻ കളക്ട് ചെയ്തിരിക്കുകയാണ്. തൽക്കാലം 7 കുറിച്ചുള്ള ചെറിയൊരു വിവരണം ഞാൻ പറയാം. ഇത് ടാറ്റയുടെ LMB ആണ്. ഇത് വലിയൊരു LMB ആണ്. ടാറ്റ ഇറക്കി വെച്ച ഏറ്റവും വലിയൊരു LMB ആണ്. അതുകൊണ്ട് ഈ ഭാഗം ശകലം വലുതാണ്, ഈ റൗണ്ട് ഭാഗം വലുതാണ്. ഇതാണ് അവർ അവസാനമായിട്ട് ഇറക്കിയ മോഡൽ LMB. ടാറ്റ അതിന് മുമ്പ് ഇറക്കിയ മോഡലെന്ന് പറഞ്ഞാൽ ആ മോഡലല്ല. ഈ മോഡലാണ് ടാറ്റ മുമ്പ് ഇറക്കിയ മോഡൽ. രണ്ടും വ്യത്യസ്തമായ, ഇത് ശകലം വലുതും ഇതും ശകല കുറവുമാണ്. ക്വാളിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും സെയിം ക്വാളിറ്റിയാണ്. രണ്ടും കറക്റ്റ് സ്ട്രെങ്ത് ക്വാളിറ്റിയിൽ അത് നല്ല വർക്ക് ചെയ്യും. യാതൊരു മോശമെന്ന് പറയാൻ പറ്റില്ല. രണ്ടും നല്ല ബെസ്റ്റ് LMBകളാണ്. അടുത്ത എയർടെലാണ്. എയർടെൽ 2-3 മോഡലുണ്ട്. അതിലെനിക്കൊരു മോഡൽ മാത്രമേ ഇപ്പം കിട്ടിയുള്ളൂ. ആ മോഡൽ ഞാൻ കാണിക്കാം. അത് ഈ മോഡലാണ്. ഇതും നല്ല ഗെയിനുള്ള നല്ല LMB ആണ്. തീരെ മോശമെന്ന് പറയാൻ പറ്റില്ല. ഇതും നല്ലൊരു LMB ആണ്. പിന്നെ വേറെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ കൂടെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് അവർ കമ്പനി ഒരു അടപ്പ് വെച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഈ കേബിൾ കൊടുത്ത ശേഷം അതിന് കേബിളിൻ്റെ അകത്തൂടെ ഇറക്കേണ്ടത്. ഇത് ലോക്ക് ചെയ്യണം. അപ്പോൾ അതിൽ വെള്ളം ഇറങ്ങത്തില്ല, മഴക്കാലം കൊണ്ട് വെള്ളം ഇറങ്ങത്തില്ല. ഇതാണ് രണ്ടാമത്തെ LMB. സൺ ഡയറക്റ്റിൻ്റെ കമ്പനി ഇറക്കിയ അടുത്തൊരു LMB ആണ്. ഇതും നല്ലൊരു LMB ആണ്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പഞ്ച് പതിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലും പഞ്ച് പതിച്ചിട്ടുണ്ട്. എയർടെൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ടാറ്റയിലും പഞ്ച് പതിച്ചിട്ടുണ്ട്. അത് നേരത്തെ ഈ ഭാഗത്ത് പഞ്ച് പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൺ ഡയറക്റ്റിന് എഴുതിയിട്ടുണ്ട്, എയർടെൽ എഴുതിയിട്ടുണ്ട്, ടാറ്റ എഴുതിയിട്ടുണ്ട്. ഇതും നല്ലൊരു ബെസ്റ്റ് LMB ആണ്. പിന്നെ മറ്റ് രണ്ട് കമ്പനിയിൽ കാണിച്ച്, എയർടെലും കാണിച്ച്, ടാറ്റയും കാണിച്ച്, അതിന് അത്ര സിഗ്നൽ സ്ട്രെങ്ത് ഒന്നും ഇത് എടുക്കത്തില്ല. എന്നാലും ഒരു പോയിൻ്റ് എപ്പോഴും കുറഞ്ഞേ നിൽക്കുകയുള്ളൂ. സണ്ണിൽ ഇത് ഡിഷ് TV ആണ്. ഇത് ഡിഷ് TV എന്ന് എഴുതിയിട്ടുണ്ട്, നോക്കിക്കോണം. ഇതും നമ്മൾ എയർടെലിൻ്റെ LMBയും സെയിം ആണ്. കണ്ടോ, യാതൊരു മാറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. സെയിം ആയിട്ട് ഇറക്കിയിരിക്കുകയാണ്. എയർടെലിൻ്റെ അവിടെ എയർടെലെന്നും ഡിഷ് TVയുടെ അവിടെ ഡിഷ് TV എന്ന് എഴുതിയിട്ടുണ്ട്. സെയിം LMB ആണ്. ഒരു മാറ്റവും അതില്ല. പക്ഷേ ക്വാളിറ്റി എല്ലാം കറക്റ്റാണ്, നല്ല സ്ട്രെങ്താണ്. ക്വാളിറ്റിക്ക് യാതൊരു കുറവുമില്ല. അടുത്ത സോൾട്ടാണ്. സോൾട്ട് നല്ല ക്വാളിറ്റിയുള്ളൊരു LMB, തീരെ മോശമല്ല, എന്നാൽ വലിയ സിഗ്നലും അല്ല, എന്നാൽ ഒരുവിധം സിഗ്നലിലും കയറും. അങ്ങനെയൊരു LMB ആണ് സോൾട്ടിൻ്റെത്. തീരെ മോശമല്ല, എന്നാൽ ഇതിൽ നമുക്ക് 70 കിട്ടുമെങ്കിൽ ഇതിലൊരു 67 കിട്ടത്തുള്ളൂ. 67% സിഗ്നലേ ഇത് വരത്തുള്ളൂ. അതിനുള്ള ആരോഗ്യം ഇതിനേ ഉള്ളൂ. അതുകൊണ്ട് തീരെ മോശമെന്ന് പറയാൻ പറ്റില്ല, നല്ല ഹൈ ഗെയിൻ എന്ന് പറയാനും പറ്റില്ല. അങ്ങനത്തെ ഒരു LMB ആണ് സോൾട്ടിൻ്റെ. ഇനി അടുത്തത് സണ്ണിൻ്റെ തന്നെ വേറൊരു വ്യത്യസ്തമായ ഒരു LMB ആണ്. ഇത് സണ്ണിൻ്റെ അടിപൊളി LMB ആണ്.
ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ട് ഉപയോഗിക്കുന്നത്. സണ്ണൊന്നും പഞ്ചൊന്നും പതിച്ചിട്ടില്ല, സണ്ണൊന്നും എഴുതിയിട്ടൊന്നും വെച്ചിട്ടില്ല. QR കോഡാണ്. ഇത് നേരെ സണ്ണിൻ്റെ സൈഡിലോട്ട് പോകും QR കോഡ് സ്കാൻ ചെയ്യുമ്പം. ഇത് നല്ലൊരു LMB ആണ്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു LMB. കാരണം ഇത് നല്ല ഒരു ഹൈ ഗെയിന് കിട്ടും. അതായത് നമ്മൾ ഏതാണ് ടാറ്റ സ്കൈ, നമ്മളെ എയർടെൽ, ഡിഷ് TV, അതിൻ്റെ ലെവലിൽ ഇത് ഈ സണ്ണിൻ്റെ ഈ LMB നിൽക്കും. നല്ല പവറുള്ള LMB ആണ്. അപ്പോൾ ഞാൻ ഈ ആവശ്യക്കാർ ഇപ്പോൾ വലിയ ഒരുപാട് പീസൊന്നും ഇല്ല. ഇത് ഞാൻ 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്, കൊറിയർ ഉൾപ്പെടെ 320 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. 70 രൂപയാണ് കൊറിയർ ചാർജ്. ആവശ്യക്കാർ വേണമെങ്കിൽ തരാം. അത് കിട്ടാൻ പാടാണ്, നല്ല ഒറിജിനൽ LMB ആയതുകൊണ്ട്. ടാറ്റ 300, ഡിഷ് TV 320, ഇതെല്ലാം 320ആണ്. കൊറിയർ ഉൾപ്പെടെയാണ്. കൊറിയർ അല്ലെങ്കിൽ 250 ഉള്ളൂ. കൊറിയറും കൂടി ചേർന്ന് വരേണ്ടതാണ് 320. സണ്ണ് 300 രൂപയുള്ളൂ. സണ്ണ് 300ആണ്. സണ്ണിൻ്റെ ഈ LMB 300 രൂപയാണ്. സോൾട്ട് 300ആണ്. സോൾട്ട് 300. സണ്ണിൻ്റെ ഈ LMB 320ആണ്. ഇതും 20. പിന്നെ ഡിഷ് TV 320. പിന്നെ ടാറ്റ 320, എയർടെൽ 320, സണ്ണ് 300, സോൾട്ട് 300. കൊറിയറും കൊണ്ട് ചേർത്താണ് പറയണത്. 70 രൂപ കൊറിയർ ചാർജ് ഉണ്ട് ഇത് അയക്കുന്നതിന്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. താല്പര്യമുള്ളവർ എന്നെ വിളിച്ചാൽ മതി. പിന്നെ ഈ 100 പീസ് എടുക്കുന്നവർക്ക് വരെ, സണ്ണിൻ്റെ 100 പീസ് എടുക്കുന്നവർക്ക് 110 രൂപ ഇട്ട് കൊടുക്കുന്നതാണ്. ഏറ്റവും കുറവ് 100 പീസെങ്കിലും എടുക്കണം. സോൾട്ട് 100 പീസ് എടുക്കുന്നവർക്ക് 100 രൂപ വെച്ച് കൊടുക്കുന്നതാണ്. ശരി, എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു.